കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിലാകെ ആരോഗ്യ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് തൊഴിൽപരവും സാമ്പത്തികവുമായ മന്ദതയും ബാധിച്ചിരിക്കുകയാണല്ലോ. ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇപ്പോഴുള്ള തൊഴിൽപരമായ സാമ്പത്തികമായ അവസ്ഥകളും അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനാവശ്യമായ പോംവഴികളും എന്തൊക്കെയാണെന്നാണ് നാം ഇന്ന് പറയുവാൻ പോകുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്ര ജാതരായവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ വ്യാഴവും ശനിയും യോഗം ചെയ്ത് നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. തൊഴിൽപരമായിട്ട് വളരെയധികം മന്ദത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പ്രതികൂലാവസ്ഥകൾ, സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകാവുന്ന പ്രയാസങ്ങൾ, മേലധികാരികളുടെ ശാസനകൾ ഇവയൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പുരോഗതി ഉണ്ടാകണമെന്നില്ല. കച്ചവടം, മറ്റ് സേവനപരമായ തൊഴിലുകൾ ഇവ ചെയ്യുന്നവർക്കെല്ലാം തന്നെ ഒരുതരം സ്തംഭനാവസ്ഥ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് തടസ്സപ്പെട്ട് പോകുന്നതിനാണ് സാധ്യത. സാമ്പത്തികമായ പ്രതിബന്ധങ്ങളുണ്ടാകും. കടബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ജാഗ്രത ഉണ്ടായിരിക്കുക. വളരെയധികം ക്ലേശകരമായ അവസ്ഥയാണ് നിങ്ങൾക്ക് കുറച്ചു കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാകാൻ പോകുന്നതും. ഈ അവസ്ഥയിൽ നിന്നും ജൂൺ 30-ന് ശേഷം ഒരു നല്ല മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജൂൺ 30-ന് വ്യാഴം മകരരാശിയിൽ നിന്ന് ധനുവിലേക്ക് തിരികെ പ്രവേശിക്കുന്നതോടുകൂടി തൊഴിൽപരമായ മന്ദതയും സാമ്പത്തിക ക്ലേശങ്ങളും ശമിക്കുവാനാണ് സാധ്യത കാണുന്നത്. കൂടുതൽ പ്രയാസങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുന്നതിനായി സമ്പൂർണമായ നവഗ്രഹ ശാന്തി എന്ന ക്രിയ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റുള്ളവർ അവഗാഹ പ്രാർത്ഥന ചിട്ടയോടുകൂടി 41 ദിവസം തുടർച്ചയായി ചെയ്യുന്നത് എല്ലാ പ്രതികൂലാവസ്ഥകളെയും തരണം ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. ഭരണി നാളുകാർക്ക് തൊഴിൽപരമായിട്ട് ഒട്ടും അനുകൂലമായ സാഹചര്യമല്ല. പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്ത് പലവിധ അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം തന്നെ സംഭവിച്ചേക്കാം. പുതിയ പ്രവർത്തന മേഖലയിൽ പരീക്ഷണം നടത്തുവാൻ നിങ്ങൾ തയ്യാറാകും. എന്നാൽ അത് പൂർണ്ണമായും വിജയകരമാകണമെന്നില്ല. സാമ്പത്തികമായ പ്രയാസങ്ങൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ അധികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ എല്ലാ രംഗത്തും തീവ്രമായ മന്ദതയും തടസ്സങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കുന്നതിന് സമഗ്രമായ രീതിയിൽ രാജഗോപാലം പൂജ നടത്തുകയും രാജഗോപാല യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ഏറ്റവും പ്രയോജനകരമായി കാണുന്നു. മറ്റുള്ളവർ മാനസചക്ര പ്രാർത്ഥന അഥവാ മൈക്രോ മൈൻഡ് പ്രയർ എന്നത് വിധിപ്രകാരം തുടർച്ചയായി ചെയ്യേണ്ടതാണ്. കാർത്തിക നാളുകാരുടെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കാം. വ്യാഴവും ശനിയും പൂർണ്ണമായിട്ടും
അനുകൂലമായ ഭാവത്തിലല്ല സഞ്ചരിക്കുന്നത്. സാമ്പത്തികമായ പ്രതിബന്ധങ്ങൾ അനുഭവപ്പെടാം. തൊഴിൽ രംഗത്ത് പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി കാണുന്നു. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തുന്നതിന് ഒരൽപ്പം കൂടി താമസിച്ചേക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് പൂർണ്ണമായ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ, ഇതെല്ലാം കർമ്മരംഗത്ത് പലവിധ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. തൊഴിൽപരമായിട്ട് ഉള്ള മന്ദതയ്ക്ക് പുറമെ സാമ്പത്തികമായും ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. പാഴ്ചിലവുകൾ അധികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നു. എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യണം. ജൂൺ 30 ശേഷം വളരെ വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാഴം മകരൻ രാശിയിൽ നിന്ന് തിരികെ ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തൊഴിൽപരമായും സാമ്പത്തികമായും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന മന്ദത പരിപൂർണമായിട്ടും മാറുകയും കൂടുതൽ ഉയർച്ചയുടെ തലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അനുകൂലമായ മാറ്റങ്ങളും വിജയവും കൈവരിക്കുന്നതിനായി വിശിഷ്ടമായ ജയദുർഗ പൂജ നടത്തുകയും ജയദുർഗ യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായ കാര്യമായിട്ട് കാണുന്നു. മറ്റുള്ളവർ ഗൃഹത്തിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വാസ്തു പിരമിഡ് സ്ഥാപിക്കുകയും അതോടൊപ്പം സമുദ്രനീല കല്ല് ലോക്കറ്റായി ധരിക്കുകയും ചെയ്യുന്നതാണ് വളരെ ഗുണമായി കാണുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ കർമ്മരംഗത്ത് അനുഭവപ്പെടാവുന്ന സാധ്യതയാണ്. തൊഴിൽപരമായിട്ട് സ്തംഭനാവസ്ഥ അനുഭവപ്പെടും. കർമ്മരംഗത്ത് പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകാനിടയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ വിഷമതകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ബാധിച്ചേക്കാവുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമം ഒരല്പനാൾ കൂടി നീട്ടിവെക്കുന്നതാണ് നല്ലത്. സ്വയം തൊഴിൽ ചെയ്യുന്നവരും ബിസിനസ് നടത്തുന്നവരുമെല്ലാം പുതിയ മേഖലകളിൽ പ്രവേശിക്കുന്നത് ഒരല്പം കഴിഞ്ഞ് മതിയാകും. ജൂൺ മാസം 30 വ്യാഴം മകരരാശിയിൽ നിന്ന് ധനുവിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോഴുള്ള പ്രതിബന്ധങ്ങളും വിഷമങ്ങളും മാറി അനുകൂലമായ പശ്ചാത്തലത്തിലേക്ക് എത്തുന്നതിന് കാരണമാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവിന് കാരണമാകുന്ന സാമ്പത്തിക ഉയർച്ചയും മാറ്റങ്ങളുമാണ് ജൂൺ 30 ശേഷം വന്നു ചേരാൻ സാധ്യതയുള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ജൂൺ മാസത്തിന് ശേഷം വളരെ നല്ല കർമ്മപരമായ ഉയർച്ച തന്നെ ഉണ്ടാകുന്നതാണ്. താൽക്കാലികമായ ദോഷ പരിഹാരത്തിന് വേണ്ടി ലക്ഷ്മി നാരായണ പൂജ സമഗ്രമായി ഗൃഹത്തിൽ നടത്തുക. അതോടൊപ്പം അഷ്ടലക്ഷ്മി യന്ത്രം ധരിക്കുകയും ചെയ്യുക. മകയിരം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ സ്ഥിതിയാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് മന്ദതയും പ്രതികൂലാവസ്ഥകളും അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായ തടസ്സങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ബാധിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ
അത് ഫലപ്രദമാക്കുന്നതിന് കഴിയാതെ വരും. കർമ്മരംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് ഒട്ടും അനുകൂലമായ കാലഘട്ടമല്ല. സാമ്പത്തികമായ നഷ്ടങ്ങളും ബാധ്യതകളും നിങ്ങളെ ബാധിക്കാവുന്ന സാഹചര്യമുള്ളതിനാൽ ബിസിനസ് രംഗങ്ങളിലും സ്വയം തൊഴിൽ മേഖലകളിലുമെല്ലാം കൂടുതൽ പണം മുടക്കിയുള്ള പരീക്ഷണങ്ങൾക്ക് തയ്യാറാകാതിരിക്കുന്നതാണ് നല്ലത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം തന്നെ അനുഭവപ്പെടാവുന്ന സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാങ്കേതിക മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ എല്ലാം വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോവുക. അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം അബദ്ധങ്ങൾ സംഭവിക്കാതെ ഇരിക്കുവാനായി വളരെ ശ്രദ്ധ പാലിക്കുക. ഇപ്പോഴത്തെ പ്രയാസങ്ങളിൽ നിന്നും നല്ല ഒരു ഉയർച്ച ജൂൺ 30 ശേഷം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായും സാമ്പത്തികമായും വളരെ അനുകൂലമായ മാറ്റങ്ങൾ, അപൂർവമായ നേട്ടങ്ങൾ ഇതെല്ലാം തന്നെ ജൂൺ 30 ശേഷം വന്നു ചേരും. എല്ലാവിധ ദോഷ നിവാരണത്തിനും ഉയർച്ചയ്ക്കുമായി സിദ്ധിവിനായക പൂജ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. അതോടൊപ്പം ക്ഷിപ്രഗണപതി യന്ത്രം ധരിക്കുകയും കൂടി ചെയ്യുക. മറ്റുള്ളവർ വിദ്രുമം എന്ന രത്നം ലോക്കറ്റിലാക്കി ധരിക്കുന്നത് നന്നായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള സമയം പൊതുവെ മന്ദഗതിയിലുള്ള ഉയർച്ച മാത്രമാണ് നൽകുന്നത്. തൊഴിൽപരമായിട്ട് പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെടാം. പ്രവർത്തനം നടത്തി വരുന്ന മേഖലകളിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും പ്രയാസങ്ങളും മന്ദഗതിയിൽ മാത്രമുള്ള പുരോഗതിയും അനുഭവപ്പെടും. സഹപ്രവർത്തകരിൽ നിന്നും പലവിധ അസ്വസ്ഥതകൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ, വിഷമകരമായ സ്ഥലം മാറ്റങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമം തടസ്സപ്പെട്ടു പോയേക്കാം. സാമ്പത്തിക രംഗവും വിഷമകരമായി തന്നെ അനുഭവപ്പെടാനാണ് സാധ്യത. എങ്കിലും അവിചാരിതമായി ചില സാമ്പത്തിക നേട്ടങ്ങളും ഈ മാസാവസാനത്തോടുകൂടി നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജൂൺ 30 വ്യാഴം മകരരാശിയിൽ നിന്നും ധനുവിലേക്ക് വക്രഗതിയിൽ പ്രവേശിക്കുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ മാറ്റവും തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ചയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജൂൺ 30 ശേഷം അതിന് സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്തും സ്വയം പ്രവർത്തിക്കുന്ന മേഖലകളിലുമെല്ലാം നല്ല പുരോഗതി ഉണ്ടാകാനാണ് സാധ്യത. സർവകാര്യ വിജയത്തിനു വേണ്ടി ജയദുർഗ പൂജ നടത്തി ജയദുർഗ ഏലസ് ധരിക്കേണ്ടതാണ്. മറ്റുള്ളവർ മഹാവിദ്രുമം എന്ന രത്നം ലോക്കറ്റിലാക്കി ധരിക്കുക. പുണർദം നാളുകാർക്ക് കുറച്ചു കാലമായി വളരെ പ്രതികൂല സ്ഥിതിയായിരുന്നു. വിചാരിച്ചിരുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. പ്രവർത്തന രംഗത്ത് പൊതുവെ മോശമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതിയോ തടസ്സങ്ങളോ അനുഭവപ്പെട്ടിരുന്നതായി കാണാം. അല്പാൽപമായി കാര്യങ്ങൾ അനുകൂലമായി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമം ജൂൺ 30 ശേഷം വിജയത്തിലെത്തും. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഈ മാസാവസാനത്തോടുകൂടി കാര്യങ്ങളിൽ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടം തന്നെ ഉണ്ടായേക്കാൻ ഇടയുണ്ട്. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഒരു പാളിച്ച ഉണ്ടാകാതിരിക്കാൻ വളരെ സൂക്ഷ്മത പാലിക്കുക. എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും മാറി തൊഴിൽപരവും സാമ്പത്തികവുമായ നല്ല ഉയർച്ച ലഭിക്കുന്നതിന് രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കേണ്ടതാണ്. മറ്റുള്ളവർ വെൺപത്മരാഗക്കല്ല് ലോക്കറ്റായി ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. പൂയം നാളുകാർക്ക് ജീവിതത്തിൽ
അപ്രതീക്ഷിതമായ പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞത്. കുറച്ചു നാളുകളായിട്ട് തൊഴിൽ രംഗം വളരെ മന്ദഗതിയിലാണ്. സാങ്കേതികമായ പലവിധ കാരണങ്ങളെ കൊണ്ടും സാമ്പത്തികമായ കാരണങ്ങളെ കൊണ്ടും തൊഴിൽ രംഗത്ത് ആകെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നതായി കാണാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് തടസ്സപ്പെട്ടു പോകാവുന്ന അവസ്ഥയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവരുമെല്ലാം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിക്കാം. നിങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥാപനം നിന്നുപോകാൻ വരെ സാധ്യതയുള്ള ഒരു പ്രതികൂല ഘട്ടത്തിലൂടെയാണ് കടന്നു പോന്നിരുന്നത്. ജൂൺ മാസം 30-ാം തീയതി വ്യാഴം മകരൻ രാശിയിൽ നിന്ന് ധനുവിലേക്ക് തിരികെ പ്രവേശിക്കുന്നതോടുകൂടി ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു മാറ്റമാകും. തൊഴിൽപരമായിട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, വളരെയധികം ഊർജിതമായ വളർച്ച, നല്ല നിലയിലുള്ള പുരോഗതി ഇതുണ്ടാകുന്നതിനുള്ള സാധ്യതയാണ്. സാമ്പത്തികമായ പ്രതിബന്ധങ്ങളെല്ലാം അകന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് പോകുവാനായി സാധിക്കുന്നതുമാണ്. എല്ലാ പ്രതികൂലാവസ്ഥകളെയും തരണം ചെയ്ത് നല്ല ഉയർച്ചയിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു വലിയ ഭഗവതി സേവ നടത്തുകയും സമ്പൂർണമായി പൂജ ചെയ്ത ശ്രീചക്രം ഗൃഹത്തിൽ സ്ഥാപിക്കുകയും ചെയ്യേണ്ടതാണ്. മറ്റുള്ളവർ തങ്ങളുടെ ഗൃഹത്തിൽ വിശിഷ്ടമായ വാസ്തു പിരമിഡ് സ്ഥാപിക്കുന്നതും വളരെ നന്നായിരിക്കും. ആയില്യം നാളുകാർക്ക് ഗുണദോഷ സമസ്ഥിതി അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിൽ ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാം. ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാം. പ്രവർത്തന രംഗത്ത് എല്ലാ നിലയിലും പ്രതികൂലമായ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് അവിചാരിതമായ നഷ്ടങ്ങളുണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശവും തരം താഴ്ത്തൽ, പ്രതികൂലമായ സ്ഥലം മാറ്റങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാവുന്ന സാധ്യതയാണ് കാണുന്നത്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതേസമയം വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ജൂൺ 30-ന് ശേഷം ഈ നിലയിലെല്ലാം നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാഴം ധനുരാശിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് വളരെ നല്ല ഉയർച്ചയും പുരോഗതിയും വളരെ വേഗം എത്തിച്ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. ബിസിനസ് മേഖലയിൽ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാവുന്ന സാധ്യതയാണ് ഇനി അങ്ങോട്ട് കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ പുരോഗതിയും ഉയർച്ചയും കൈവരുന്നതിനു വേണ്ടി വളരെ വിശിഷ്ടമായ വിഘ്നേശ്വര ബലി ഗൃഹത്തിൽ നടത്തുകയും സിദ്ധിവിനായക യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. മറ്റുള്ളവർ വെൺപത്മരാഗ കല്ല് ലോക്കറ്റായി ധരിക്കുക. മകം നാളുകാർക്ക് തൊഴിൽപരമായി മന്ദത അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കണമെന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പലവിധ തടസ്സങ്ങളും നിങ്ങളുടെ തൊഴിൽ സാമ്പത്തിക മേഖലകളിലൊക്കെ ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, മേലധികാരികളുടെ ശാസന ശിക്ഷാ നടപടികൾ ഇതിനൊക്കെ വിധേയമാകേണ്ട സാഹചര്യം ഉണ്ടാകാം. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തമുള്ള ഒരു വീഴ്ചയോ അബദ്ധമോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ ഇരിക്കുവാൻ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത പുലർത്തുക. അവിചാരിതമായ നഷ്ടങ്ങൾ, കടബാധ്യതകൾ വർദ്ധിച്ചു വരിക ഇതിനൊക്കെയുള്ള സാഹചര്യമുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ജൂൺ 30-ന് വ്യാഴത്തിൻ്റെ മാറ്റത്തിന് ശേഷം വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം അനുഭവപ്പെടും. തൊഴിൽപരമായിട്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജൂൺ 30-ന് ശേഷം അത് സാധിക്കും. സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയുമെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് തുടർന്നങ്ങോട്ട് കാണുന്നത്. എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും കരകയറി
സമ്പൂർണമായ ഉയർച്ചയിലേക്ക് എത്തുന്നതിന് ഗൃഹത്തിൽ പത്മമിട്ട് ധനഗോവിന്ദ പൂജ നടത്തുകയും അതോടൊപ്പം രാജഗോപാല യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റുള്ളവർ സമുദ്രനീലം എന്ന വിശിഷ്ടമായ കല്ല് ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുക. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്ത ഒരു സ്ഥിതിവിശേഷം അനുഭവപ്പെടും. വ്യാഴത്തിൻ്റെയും ശനിയുടെയും മകരൻ രാശിയിലെ യോഗം വളരെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അശ്രദ്ധതയും ആലോചനക്കുറവും നിമിത്തം നിങ്ങളുടെ കർമ്മരംഗത്ത് തന്നെ പല വീഴ്ചകളും സംഭവിച്ചേക്കാം. സ്വയം ബിസിനസ് ചെയ്യുന്നവരും സ്വന്തമായി സംരംഭങ്ങൾ നടത്തുന്നവരുമെല്ലാം അതീവ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് നീങ്ങിയില്ലെങ്കിൽ അപ്രതീക്ഷിതമായ തകർച്ച തന്നെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കുക. അവിചാരിതമായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം കടബാധ്യതകൾ സാവധാനം വർദ്ധിച്ചു വരുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ടായേക്കാം. വളരെ ജാഗ്രതയോടുകൂടി നിങ്ങളുടെ എല്ലാ ധനവിനിയോഗ പ്രവർത്തനങ്ങളും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം അനുഭവപ്പെടുന്നതാണ്. വ്യാഴം ജൂൺ 30 മകരത്തിൽ നിന്നും ധനുവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തികച്ചും ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ അപൂർവമായ സൗഭാഗ്യങ്ങളും അസാധാരണമായ നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള വലിയ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ജൂൺ 30 ശേഷം ഉണ്ടാകാൻ പോകുന്നത്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുകയും അതിൽ വളരെ രാജകീയമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ ഉയർച്ചയും അഭിവൃദ്ധിയും വളർച്ചയും ലഭിക്കുന്നതിന് മഹാരാജഗോപാലം എന്ന പൂജാകർമ്മം നടത്തി രാജഗോപാലം യന്ത്രം ധരിക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. മറ്റുള്ളവർ സമുദ്രനീല ലോക്കറ്റ് ധരിക്കുക. ഉത്തരം നാളുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു കാലം വളരെ പ്രതികൂലമായ സാഹചര്യത്തിൻ്റെതായിരുന്നു. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കർമ്മമേഖലയിൽ എല്ലാ തരത്തിലും ബാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായ നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളതിൻ്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ജാഗ്രതയോടുകൂടി സാവധാനം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം തന്നെയാണ്. ധൃതിയിലെടുക്കുന്ന തീരുമാനങ്ങളും ആലോചിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളും നിങ്ങൾക്ക് പരാജയ കാരണമായി തീരാം. അന്യദേശങ്ങളിൽ പ്രത്യേകിച്ച് സാങ്കേതിക ബിസിനസ് രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോയില്ലെങ്കിൽ തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് പുതിയൊരു കർമ്മരംഗം കണ്ടെത്തുക വളരെ വിഷമകരമാണ്. എല്ലാ രീതിയിലും വളരെ ജാഗ്രതയും ശ്രദ്ധയും പാലിക്കുക. ജൂൺ 30 വ്യാഴം ധനുരാശിയിൽ നിന്ന് മകരത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നതാണ്. ഇത് ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവിന് കാരണമാകുന്നതാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, കാര്യ വിജയങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുന്നതിന് വേണ്ടി വളരെ വിശിഷ്ടമായ ജയദുർഗ പൂജ നടത്തി ജയദുർഗ ഏലസ് ധരിക്കേണ്ടതാണ്. മറ്റുള്ളവർ വെൺപത്മരാഗക്കല്ല് ലോക്കറ്റായി ധരിക്കുക. അത്തം നാളുകാർക്ക് പൊതുവെ ഈ ജൂൺ മാസം പകുതിയോടുകൂടി അനുകൂലമായ മാറ്റങ്ങൾ ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ മേഖലയിലും മന്ദഗതി അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷമായിരുന്നു.
ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. സാമ്പത്തികമായ നഷ്ടങ്ങളും ബാധ്യതകളുമാണ് ഉണ്ടായിരുന്നത്. നിങ്ങളിൽ പലരുടെയും തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിനങ്ങൾ. ഇനി അങ്ങോട്ട് അനുകൂലമായ മാറ്റങ്ങൾ അല്പാൽപമായിട്ട് ഉണ്ടാകുന്ന സാഹചര്യമാണ് കാണുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഈ മാസാവസാനത്തോടുകൂടി അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് IT ബിസിനസ് മേഖലകളിൽ പ്രവൃത്തിയെടുക്കുന്നവർ, അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ഒരു പാളിച്ചയോ അബദ്ധമോ സംഭവിക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ നഷ്ടം തന്നെ സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ഓർക്കുക. സാമ്പത്തിക ഇടപാടുകൾ ജാഗ്രതയോടുകൂടി നടത്തുക. അല്ലാത്ത പക്ഷം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനിടയുണ്ട്. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങൾ ഇവയൊക്കെ കേടുപാടുകൾ വരുന്നതിലൂടെയും നിങ്ങൾക്ക് നഷ്ടങ്ങൾ അനുഭവപ്പെടാം. വ്യാഴത്തിൻ്റെ ധനുരാശിയിലേക്കുള്ള മാറ്റം ജൂൺ 30 സംഭവിക്കുന്നതാണ്. അതിനുശേഷം ജീവിതത്തിൽ സുപ്രധാനങ്ങളായ പല മാറ്റങ്ങളും ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. വിദേശത്തു നിന്നും വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗഭാഗ്യപൂർണമായ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകാനായി പോകുന്നത്. എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടുകൂടി ചിന്തിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ദൈവാധീന സ്ഥിതിയും ഗുണദോഷാവസ്ഥകളും സൂര്യരാശി പ്രശ്നത്തിലൂടെ അറിഞ്ഞ് പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടും വളരെയധികം വിജയകരമായി തീരും. എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങളകന്ന് സർവകാര്യ വിജയം കൈവരുന്നതിന് സിദ്ധിവിനായക പൂജ നടത്തുകയും ചിന്താമണി യന്ത്രം ധരിക്കുകയും ചെയ്യുക. മറ്റുള്ളവർ വളരെ വിശിഷ്ടമായ ഹരിതാശ്മം എന്ന രത്നക്കല്ല് ധരിക്കേണ്ടതാണ്. ചിത്തിര നാളുകാർക്ക് അനുകൂലമായ ഒരു തൊഴിൽ സാഹചര്യമല്ല കാണുന്നത്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പൊതുവെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനഭ്രംശം, വിഷമകരമായ സ്ഥലം മാറ്റം ഇതിനൊക്കെയുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ആ വഴി തന്നെ അടഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തിയില്ലെങ്കിൽ അവിചാരിതമായ നഷ്ടങ്ങളും ബാധ്യതകളും വർദ്ധിച്ചു വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് ഉണ്ടാകാവുന്ന ഏത് തിരിച്ചടിയും നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ വിഷമകരമായ സ്ഥിതിയിലാക്കിയേക്കാം. ഇതിനെല്ലാമുള്ള മാറ്റം ജൂൺ 30 വ്യാഴം മകരം രാശിയിൽ നിന്ന് തിരികെ ധനുവിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആരംഭിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉയർച്ച, തൊഴിൽപരമായിട്ട് വളരെ നവീനമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, വളർച്ച ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നേടിയെടുക്കുക, ഇങ്ങനെയുള്ള വളരെയധികം സുപ്രധാനമായ വഴിത്തിരിവുകൾ ജൂൺ 30 ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപൂർവമായ ഒരു രാജയോഗ കല അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നതായി കാണുന്നു. സമ്പൂർണമായ രാശി ചിന്തയിലൂടെ കാര്യങ്ങൾ വിശദമായി അറിഞ്ഞ് വേണ്ട പ്രതിവിധി ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടൊരു സ്തംഭനാവസ്ഥയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്ത് പലവിധ പരാജയങ്ങൾ, കർമ്മമേഖലയിൽ തകർച്ച, സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, മേലധികാരികളിൽ നിന്നുള്ള ശാസന ശിക്ഷാ നടപടികൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശവും സ്ഥലം മാറ്റവും അനുഭവപ്പെടാം. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്
കടുത്ത മാന്ദ്യം അനുഭവപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോവുക. അവിചാരിതമായ നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും ഉണ്ടായേക്കാം. ബാധ്യതകൾ വർദ്ധിക്കാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമായി കാണുന്നു. ബിസിനസ്സുകാർ വലിയ തിരിച്ചടികൾ പ്രതീക്ഷിച്ച് തന്നെ സസൂക്ഷ്മം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. ജൂൺ 30 വ്യാഴത്തിൻ്റെ മാറ്റം എല്ലാ നിലയിലും നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ സംരംഭം തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നു ചേരുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലധികം വിജയകരമായി നല്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി പ്രതീക്ഷിക്കുന്നതിലുപരിയുള്ള വളർച്ച, പുതിയ ഗൃഹനിർമ്മാണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ തികച്ചും നൂതനമായ ഒരു സൗഭാഗ്യയോഗ കല ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമാണ് തുടർന്ന് അങ്ങോട്ടുള്ളത്. സമ്പൂർണമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പരിഹാരക്രിയകൾ ചെയ്യുന്നത് എന്തുകൊണ്ടും ഏവർക്കും നല്ലതാണ്. വിശാഖം നാളുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ വളരെ പ്രതികൂലാവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു. മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പല കാര്യങ്ങളിലും അനുഭവപ്പെടാം. പ്രവർത്തന രംഗത്ത് പൊതുവെ വളരെ പ്രതികൂലമായ സാഹചര്യമാണ് കാണുന്നത്. അന്യദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തങ്ങളുടെ തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം പല വീഴ്ചകളും സംഭവിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്. സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തുക. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. കടബാധ്യതകൾ വർദ്ധിച്ചേക്കാവുന്ന സാഹചര്യമുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഏറ്റവും അനുകൂലമായ മാറ്റങ്ങളാണ് തുടർന്ന് വരുന്നത് എന്നുള്ളത് ആശ്വാസകരമായ വസ്തുതയാണ്. ജൂൺ 30 വ്യാഴം രാശി മാറുന്നതോടുകൂടി ജീവിതത്തിൽ വളരെ ഗുണകരമായ ഒരു വഴിത്തിരിവാണ് ഉടലെടുക്കുവാൻ പോകുന്നത്. സാമ്പത്തികമായും തൊഴിൽപരമായും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും. നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെട്ട് മുമ്പോട്ടിനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവർക്ക് തികച്ചും വിജയകരമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം തീർച്ചയായിട്ടും കൈവരുന്നതാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടവും കൂടിയാണ് തുടർന്നങ്ങോട്ട് അനുഭവപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് സർവകാര്യ വിജയത്തിനും ഉയർച്ചയ്ക്കുമായി രാജഗോപാല പൂജ നടത്തുകയും രാജഗോപാല യന്ത്രം ധരിക്കുകയും ചെയ്യുക. മറ്റുള്ളവർ സമുദ്രനീലം എന്ന കല്ല് ലോക്കറ്റായി ധരിക്കുക. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തൊഴിൽ രംഗത്ത് അത്ര നല്ല ഒരു സമയമൊന്നുമല്ല. എങ്കിലും ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ചാൽ വലിയ പരാജയം ഉണ്ടാകാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം നേരിടേണ്ടതായിട്ട് വന്നേക്കാം. കർമ്മരംഗത്ത് അശ്രദ്ധ നിമിത്തം പാളിച്ചകളോ പ്രയാസങ്ങളോ ഉണ്ടാകാതെ ഇരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, IT മേഖല, ബിസിനസ് മേഖല തുടങ്ങിയ രംഗങ്ങളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ സമർപ്പണ ബോധത്തോടെയും ജാഗ്രതയോടുകൂടിയും തന്നെ തങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ പാലിക്കുക. ഭീമമായ ചെലവ് വരുന്ന ഗൃഹനിർമ്മാണമോ വാഹനം വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഇറങ്ങാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വളരെ ആസൂത്രണത്തോടുകൂടി ചെലവുകൾ ചുരുക്കി ശ്രദ്ധാജാഗ്രതയോടുകൂടി നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതായാൽ തുടർന്ന് അങ്ങോട്ടുള്ള കാലം വളരെ അനുകൂലമാണ്. ജൂൺ 30 വ്യാഴത്തിൻ്റെ രാശിമാറ്റം ജീവിതത്തിൽ വളരെ നല്ല പരിവർത്തനങ്ങൾ കൊണ്ടുവരും.
പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുശേഷം ഉടനെ അത് സാധിക്കുന്നതാണ്. നിലവിലുള്ള ജോലിയിൽ നിന്നും സ്ഥാനക്കയറ്റവും വളർച്ചയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഉണ്ടാകാവുന്ന സമയമാണ് തുടർന്ന് അങ്ങോട്ട് കാണുന്നത്. ജീവിതത്തിൽ തികച്ചും സൗഭാഗ്യപൂർണമായ ഒരു നല്ല യോഗം നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ തെളിയുന്ന കാലഘട്ടമാണെന്ന് പ്രതീക്ഷിക്കാം. സമഗ്രമായി രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ നടത്തുക. തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത്. തൊഴിൽപരമായും സാമ്പത്തികമായും ആരോഗ്യപരമായും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള പരിശ്രമം പലപ്പോഴും വിജയിച്ചില്ലെന്ന് വരും. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാതെ ഇരിക്കാം. അപ്രതീക്ഷിതമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഏത് കാര്യത്തിലും അനുഭവപ്പെടാം. പ്രവർത്തന രംഗത്ത് പൊതുവെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും. സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന വിഷമകരമായ അനുഭവങ്ങൾ, മേലധികാരികളിൽ നിന്നുള്ള ശാസനകൾ തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടതായിട്ട് വരാം. സ്ഥാനഭ്രംശം, പ്രതികൂലമായ സ്ഥലം മാറ്റം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാമെന്നുള്ളതിനാൽ വളരെ സൂക്ഷിക്കുക. അന്യദേശങ്ങളിൽ പ്രത്യേകിച്ച് IT, ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളും തരം താഴ്ത്തലുകളും തൊഴിൽ നഷ്ടം തന്നെയും ഉണ്ടാകാവുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ജാഗ്രതയായിട്ട് ചെയ്യണം. ചെലവ് ചുരുക്കൽ വളരെ അത്യാവശ്യമാണ്. ഭീമമായ നിക്ഷേപം ആവശ്യമുള്ള പുതിയ കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ അനുകൂലമല്ല. ഇനി ജൂൺ 30 വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും. തൊഴിൽ രംഗത്ത് വളരെ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാമ്പത്തികമായും വളരെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവസരങ്ങളുണ്ടാകും. സാങ്കേതികമായി നല്ല ഉയർച്ചയും പുരോഗതിയും നിങ്ങളുടെ കർമ്മരംഗത്ത് വന്നു ചേരാവുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അത്. ആയതിനാൽ എല്ലാ കാര്യങ്ങളുടെയും വിജയത്തിനും എല്ലാവിധ ദോഷപരിഹാരത്തിനുമായി ഒരു സമ്പൂർണമായ ജയദുർഗ പൂജ നടത്തി ജയദുർഗ യന്ത്രം ധരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർ ഗൃഹത്തിൽ വാസ്തു പിരമിഡ് സ്ഥാപിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. മൂലം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തൊഴിൽപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല എങ്കിലും ശ്രദ്ധയോടുകൂടി അവനവൻ്റെ കർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ വലിയ പ്രയാസങ്ങൾ കൂടാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. നിലവിലുള്ള കർമ്മരംഗത്ത് പലവിധ പ്രതിബന്ധങ്ങളും മന്ദതകളും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വീഴ്ചകളോ അബദ്ധങ്ങളോ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അന്യദേശങ്ങളിൽ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ സാങ്കേതിക മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർ തങ്ങളുടേതായ അശ്രദ്ധയും പാളിച്ചയും നിമിത്തം തൊഴിൽ നഷ്ടമുണ്ടാകാതെ ഇരിക്കുവാൻ വളരെ സൂക്ഷിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്തെ തൊഴിലിടങ്ങളിലെ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പെരുമാറ്റങ്ങളിൽ വേണ്ട ജാഗ്രത എടുക്കുക. ജൂൺ 30 വ്യാഴം ധനുരാശിയിലേക്ക് വരുന്നതോടുകൂടി ഇപ്പോഴനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങൾക്കും നല്ലൊരു മാറ്റമായി തീരുന്നതാണ്. പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുവാനായിട്ടുണ്ടാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾക്ക് അവസരമുണ്ടാകും. പ്രത്യേകിച്ച് നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെട്ട് ഇനി മുമ്പോട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വിജയകരമായി പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് തീർച്ചയായിട്ടും അവസരമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ രാശിവീഥിയിൽ വളരെ അപൂർവമായ ഒരു സൗഭാഗ്യയോഗ കല തെളിയുന്ന കാലമാണ് തുടർന്ന് അങ്ങോട്ടുള്ളത്. സമഗ്രമായ രാശിചിന്ത നടത്തി വേണ്ടത് ചെയ്യുക. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തൊഴിൽപരമായിട്ട് അത്ര നല്ല സമയമല്ല. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് തടസ്സപ്പെട്ടു പോകാൻ സാധ്യത കാണുന്നുണ്ട്.
അവനവൻ്റെ കർമ്മരംഗത്ത് പലവിധ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, സാങ്കേതികമായ ചില പരാജയങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ കർമ്മരംഗത്തെ പിന്നോട്ട് വലിക്കുന്നതായി കാണുന്നു. തൊഴിൽ ഇടങ്ങളിലെ ബന്ധങ്ങൾ വഷളാകുന്നതും നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. സാമ്പത്തിക ഇടപാടുകളും ധനം വിനിയോഗിക്കുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള യാതൊരു ഇടപാടുകളിലും ഇപ്പോൾ ചെന്ന് പെടാതിരിക്കുന്നതാണ് നല്ലത്. പുതിയ ഗൃഹനിർമ്മാണം, പുതിയ വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരല്പനാൾ മുമ്പോട്ട് നീട്ടിവെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ജൂൺ 30 വ്യാഴം ധനുരാശിയിലേക്ക് തിരികെ വരുന്നതോടുകൂടി വളരെ പുരോഗമനപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് അവസരമുണ്ടാകും. നിലവിലുള്ള കർമ്മരംഗത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരു നല്ല ഉയർച്ച നിങ്ങൾക്ക് കൈവരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. സാമ്പത്തികമായി നല്ല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതായി കാണുന്നു. എല്ലാ കാര്യങ്ങളുടെയും വിജയത്തിനായി ഒരു രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കുക. ഇത് രാജകീയമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കാരണമാകുന്നതാണ്. ഉത്തരാടം നാളുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമല്ല. തൊഴിൽപരമായിട്ട് പലവിധ തടസ്സങ്ങളുണ്ടാകും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവപ്പെടാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒട്ടും അനുകൂലമായ ഒരു കാലഘട്ടമായി കാണുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശവും പ്രതികൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ നല്ലതുപോലെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പണം ചെലവ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. കടബാധ്യതകൾ നിങ്ങൾ അറിയാതെ വർദ്ധിച്ച് വലിയ ഒരു നിലയിലേക്ക് എത്താവുന്ന സമയവും കൂടിയാണ് ഇത്. എല്ലാ കാര്യങ്ങളിലും വളരെ ജാഗ്രത പാലിച്ച് മുമ്പോട്ട് പോവുക. ജൂൺ 30 വ്യാഴത്തിന്റെ രാശിമാറ്റം കഴിഞ്ഞാൽ വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, കാര്യവിജയം, ഇതൊക്കെ നിശ്ചയമായിട്ടും വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. പ്രത്യേകിച്ച് സ്വന്തം തൊഴിൽ നഷ്ടപ്പെട്ട് പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ പുതിയതായി സ്വന്തം സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ഉള്ള സാഹചര്യം തീർച്ചയായിട്ടും വരുന്നതാണ്. ജൂൺ 30 ശേഷം ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ രാശിവീഥിയിൽ സൗഭാഗ്യപൂർണമായ ചില യോഗങ്ങളാണ് തുടർന്ന് അനുഭവപ്പെടുന്നതിന് സാധ്യത. എല്ലാ കാര്യങ്ങളിലും വിജയത്തിന് വേണ്ടി സമ്പൂർണമായ സിദ്ധി വിനായക പൂജ നടത്തി ക്ഷിപ്രഗണപതി യന്ത്രം ധരിക്കുക. മറ്റുള്ളവർ വെൺപത്മരാഗ കല്ല് ലോക്കറ്റായി കഴുത്തിൽ അണിയുക. തിരുവോണം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് ഗുണദോഷ സമ്മിശ്ര സ്ഥിതിയാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാം. സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ള സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രയാസങ്ങൾ, മേലധികാരികളിൽ നിന്നുള്ള ശാസന തുടങ്ങി തൊഴിലിടങ്ങളിൽ സ്വാഭാവികമായിട്ടും അനുഭവപ്പെടാറുള്ള പല ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും സാഹചര്യങ്ങളെ നേരിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകുന്നതായാൽ ഈ പ്രയാസങ്ങളെ മറികടക്കുവാനായിട്ട് സാധിക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം അനുഭവപ്പെടുന്നതിനിടയുണ്ട്. അന്യരാജ്യങ്ങളിൽ സാങ്കേതിക ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പലവിധ കാര്യതടസ്സങ്ങൾ, പരാജയങ്ങൾ, സ്ഥാനഭ്രംശം ഇതൊക്കെ വന്നേക്കാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. കടബാധ്യതകൾ വർദ്ധിക്കാതെ നോക്കുക. തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങൾ ജൂൺ 30 ശേഷം നിങ്ങളിലേക്ക് വന്നു ചേരും. വ്യാഴത്തിൻ്റെ മകരത്തിൽ നിന്നും ധനുവിലേക്കുള്ള മാറ്റം ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായി തീരുന്നതാണ്.
സമ്പൂർണമായ സൂര്യരാശി ചിന്ത നടത്തി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് ഏവർക്കും നല്ലത്. അവിട്ടം നാളുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്ര സമയമാണ് കാണുന്നത്. സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ധനമിടപാടുകൾ വളരെ സൂക്ഷിച്ച് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ഇച്ഛാഭംഗം, മനക്ലേശം, കാര്യപരാജയം ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള പ്രതികൂല സ്ഥിതി ഉണ്ടായേക്കും. മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാം. വളരെ പ്രതികൂലമായ തൊഴിൽ സാഹചര്യങ്ങൾ അനുഭവപ്പെടാം. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതിയോ തടസ്സമോ ഒക്കെ ഉണ്ടാകാം. ജൂൺ 30 വ്യാഴത്തിന്റെ മാറ്റത്തിന് ശേഷം ഇങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം പരിപൂർണമായിട്ട് മാറുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കും കാരണമാകാവുന്ന വലിയ മാറ്റങ്ങളാണ് ജൂൺ 30 ശേഷം വന്നു ചേരാൻ സാധ്യത. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. സർവകാര്യ വിജയത്തിന് വേണ്ടി, രാജകീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കുക. ചതയൻ നാളുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ അനുഭവപ്പെടാം. അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം നിങ്ങളുടെ കർമ്മരംഗത്ത് പല അബദ്ധങ്ങളും സംഭവിക്കാം. ഇതൊക്കെ പലവിധ പ്രയാസങ്ങൾക്ക് കാരണമായി തീരാം. പ്രത്യേകിച്ച് അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ കർമ്മരംഗത്തുണ്ടാകാവുന്ന വീഴ്ചകളോ പ്രയാസങ്ങളോ വളരെ സൂക്ഷ്മതയോടുകൂടി ഒഴിവാക്കാൻ ശ്രമിക്കുക. സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കുക. നിങ്ങൾക്ക് തൊഴിൽ നഷ്ടം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം. കാര്യപരാജയങ്ങൾ, ധനനഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാധ്യതകൾ വർദ്ധിച്ചു വരാവുന്ന സമയമായതിനാൽ നിങ്ങൾ നിങ്ങളുടെ ധനവിനിയോഗത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വളരെ നിയന്ത്രണം പാലിക്കുന്നത് ഇപ്പോൾ നന്നായിരിക്കും. ജൂൺ 30 വ്യാഴത്തിന്റെ മാറ്റത്തിന് ശേഷം വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കാണുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ, കാര്യവിജയങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ തന്നെയാണ് പിന്നീട് അനുഭവപ്പെടുന്നത്. സമ്പൂർണമായ രാശി ചിന്ത ചെയ്ത് ഉചിത പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും. പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും വളരെ ജാഗ്രത ആവശ്യമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, കാര്യവിജയങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ തടസ്സപ്പെട്ടു പോയേക്കാം. ഇപ്പോഴത്തെ നിങ്ങളുടെ തൊഴിലിടത്തിലുള്ള അവസ്ഥ ബുദ്ധിമുട്ടേറിയതാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതി അനുഭവപ്പെടാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിലും നഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണിത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങൾ കാരണം അത് നീണ്ടുപോയേക്കും. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സാങ്കേതിക മേഖലകളിലും മറ്റും പ്രവൃത്തിയെടുക്കുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയ സാധ്യത നിശ്ചയമാണ്. നിങ്ങൾക്ക് തൊഴിൽ നഷ്ടം തന്നെ ഉണ്ടായേക്കാം. ജൂൺ 30 വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ തുടർന്ന് എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. പ്രത്യേകിച്ച് നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് നല്ല നിലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരമാണ് വരുന്നത്. ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾ ഈ ജൂൺ 30 തുടർന്നുണ്ടാകുന്ന കാലയളവിൽ ഉണ്ടാകുന്നതാണ്. സമ്പൂർണമായ സൂര്യരാശി ചിന്ത നടത്തി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുക. ഉത്രട്ടാതി നാളുകാർക്ക് കഴിഞ്ഞ കുറച്ചു കാലം അത്ര നല്ലതല്ല. മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും നിങ്ങളുടെ ഓരോ കാര്യത്തിലും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പ്രവർത്തന രംഗത്ത് പൊതുവെ പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഉടലെടുക്കാവുന്ന സ്ഥിതിയാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതിയോ തടസ്സമോ അനുഭവപ്പെടാം. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതൊക്കെ ഉണ്ടാകാമായിരുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയത്. ഈ ജൂൺ 30 വ്യാഴം മാറുന്നതോടുകൂടി നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും.
പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരവും വന്നു ചേരും. നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുകയോ പുതിയ ജോലി കണ്ടുപിടിക്കുകയോ ചെയ്യുവാൻ അനുകൂലമായ സമയമാണ് വരുന്നത്. സമ്പൂർണമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുക. രേവതി നാളുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒട്ടും അനുകൂലമായ ഒരു കാലഘട്ടമായി കാണുന്നില്ല. തൊഴിൽപരമായ പലവിധ പ്രയാസങ്ങൾ അനുഭവപ്പെടാം. തൊഴിൽ രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നും. മേലധികാരികളിൽ നിന്നുള്ള ശാസനകൾ, ശിക്ഷാ നടപടികൾ, സഹപ്രവർത്തകരിൽ നിന്ന് സംഭവിക്കാവുന്ന ചില അസ്വസ്ഥതകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന സമയമാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം തന്നെ അനുഭവപ്പെടാം. കൂടാതെ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. കടബാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കും. ജൂൺ 30 വ്യാഴം മകരൻ രാശിയിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നതോടുകൂടി അനുകൂലമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിലും വളരെ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് അത്. നിങ്ങളുടെ രാശിവീഥിയിൽ വളരെ ഭാഗ്യപൂർണമായ ഒരു നല്ല യോഗം അതിനുശേഷം വന്നു ചേരാവുന്ന കാലഘട്ടമായി കാണുന്നു. സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധി നടത്തുന്നതാണ് ഏറ്റവും നല്ലത്.